ഏറിക്കേറിയ ആര്യൻ ഇന്നിപ്പോൾ സ്പേസിലേക്ക് പോയിരിക്കുകയാണ്. ലാലേട്ടൻ തറയിൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ വീഡിയോ അവസാനമാകുമ്പോഴത്തേക്കും പറഞ്ഞു തരാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ശൈത്യയുടെ കേസിൽ ശൈത്യയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല. അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചു വെച്ചോ. ശൈത്യയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല. ശൈത്യയുടെ സ്റ്റോറി പറയുന്ന സമയത്ത്, ഒരിടത്തൊരിടത്ത് പറയുന്ന സമയത്ത് ഈ ആര്യൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ശൈത്യയുടെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ചിരിച്ചിട്ടുണ്ട് അവിടെ. ശൈത്യ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത് ഉൾപ്പെടെ ആര്യൻ കുറച്ച് ഫണ്ണായിട്ടാണ് എടുത്തത്. അതിനെക്കുറിച്ച് അപ്പാനി അവിടെ പറയുന്നുമുണ്ട്. അതായത് ശൈത്യ അവിടെ പിടിച്ചുകൊണ്ടിരുത്തി, അതായത് ഇവൻ ക്യാപ്റ്റനായ സമയം തൊട്ടേ ആര്യൻ കുറച്ചിലെ ക്ലാസ് ലീഡർ ആവുന്നത് കണക്കോ ഏതോ മന്ത്രിയായ കണക്കൊക്കെയാണ് പെരുമാറുന്നത്. ഞാനാണ് ഇപ്പോൾ ഈ വീട്ടിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് കുറച്ച് അഹങ്കരിച്ച് നടന്നു എന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാം. അതെല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ശൈത്യ പറഞ്ഞ സ്റ്റോറിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ചിരിച്ചപ്പോഴത്തേക്കും അവിടെ സരികയും റെന ഫാത്തിമയും അതുപോലെ ജിസേൽ തൊട്ടടുത്തിരിപ്പുണ്ട്. ആര്യനും ജിസേലും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ചിരിച്ച് ആര്യൻ ജിസേലിൻ്റെ തോളത്തൊക്കെ അങ്ങ് കമന്ന് നടന്ന് ചിരിക്കുകയാണ്. പക്ഷേ ജിസേൽ മാത്രം കണ്ടില്ല കേട്ടോ. ജിസേലിന് ആ ചിരി കണ്ടപ്പോഴത്തേക്ക് ജിസേൽ കരുതിയത് എന്തുവാ, ആര്യൻ വിഷമം വരുമ്പോൾ ഇങ്ങനെ ചിരിച്ചാണ് കരയുന്നതെന്നാണ് പുള്ളിക്കാരി കരുതിയത്. അപ്പോൾ ആ പറയുന്ന കരുതലുകളെല്ലാം ഇന്ന് ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നുണ്ട്. അവസാനം ലാലേട്ടൻ എല്ലാവരെയും പൊക്കി, ഒന്നിനെ പോലും വിടാതെ ജിസേലിനെ വിട്ടു കേട്ടോ. അത് എനിക്കറിയാം, പ്രൊമോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ആ ഹ്യൂമാനിറ്റി ഉള്ള ആ ഒരു പേഴ്സണെ എന്താണെങ്കിലും ഇന്ന് വറുക്കാനോ പൊരിക്കാനോ സാധ്യതയുണ്ട്. എന്തായാലും ബാക്കി എല്ലാവരും അവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരം നമ്മുടെ ആര്യൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഇമോഷണൽ ബേസ്റ്റ് വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ലാലേട്ട, എനിക്കൊരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിരിച്ചു പോകും ലാലേട്ട എന്നൊക്കെ ആര്യൻ്റെ സ്ഥിരം പല്ലവി. പിന്നീട് ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ പെട്ടെന്ന് ചോദിക്കുന്ന, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ചെരുപ്പെടുത്ത് എറിഞ്ഞതോ? ആ ചോദ്യത്തിൽ നമ്മുടെ ആര്യൻ ഫ്ലാറ്റായി. ഇത്തരത്തിൽ നിങ്ങളുടെ ദേഷ്യം കാണിക്കാനുള്ള ഇടം അത് നിങ്ങളുടെ വീട്ടിൽ പോയി കാണിച്ചാൽ മതി, അതിനുള്ള ഇടം ഇതല്ല എന്ന് ലാലേട്ടൻ നന്നായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴും ആ പ്രൊമോയിൽ പോലും നിങ്ങൾ ആര്യൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു തരത്തിൽ പോലും ഒരു എന്താ പറയുക, ഒരു വിഷമമല്ല ഉള്ളത്. എന്നെ പിടിച്ചല്ലോ, എന്നെ ഇന്ന വഴക്ക് പറയുന്നല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പലപ്പോഴും ബിഗ് ബോസ് വരെ ആര്യനെ നന്നായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഒരു സന്ദർഭം പറയാം. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യുമല്ലോ. ആ നോമിനേറ്റ് ചെയ്തിട്ട് എത്ര വോട്ട് കിട്ടിയെന്ന് എണ്ണി പറയുമ്പോൾ പോലും ബിഗ് ബോസ് ആര്യനെ വിളിച്ചത് ചെയ്യിക്കാറില്ല. ആര്യൻ അങ്ങോട്ട് നടന്നിങ്ങനെ വരുമ്പോൾ തന്നെ, ആര്യൻ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കൗണ്ട് പറയാറ്. അതുമാത്രമല്ല, ഒരു ജയിൽ നോമിനേഷൻ്റെ ഒരു സമയത്ത് പോലും ആര്യനൊക്കെ ഈ കൗണ്ട് ചെയ്തതൊക്കെ തെറ്റാണ്. അപ്പോൾ ആ തെറ്റ് വരുമ്പോഴത്തേക്കും തിരുത്തി പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് തിരുത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്ര പേർക്ക് ജിസേൽ 10 വോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബിഗ് ബോസ് ഊക്കി വിടുന്നത് പോലെ തന്നെ ലാലേട്ടൻ ശരിക്കും ആര്യനെ നന്നായിട്ട് പൂട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഹ്യൂമാനിറ്റി കൂടുതലുള്ള ജിസേലിനെ ഇതിനകത്തോട്ട് വിളിച്ച് ഇതിനെ ഒന്നും സംസാരിച്ചതായിട്ട് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. ഉടനെ തന്നെ മിക്കവാറും ഒരു പ്രൊമോ വരും, ഇല്ലെങ്കിൽ പ്രൊമോ ഒന്നും തരാതെ നന്നായിട്ട് എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തരും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ക്യാപ്റ്റന് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് എല്ലാവരും കൂടെ ചേർന്ന്. എസ്പെഷ്യലി ശൈത്യയുടെ സ്റ്റോറി പറയുന്ന സമയത്തല്ലേ. അപ്പോൾ ശൈത്യ എടുത്ത് ചോദിക്കും, ശൈത്യക്ക് എന്തെങ്കിലും വിഷമം സംഭവിച്ചോ? ശൈത്യ പറയുമ്പോൾ ഇല്ല, ഞാനതൊക്കെ തമാശയായിട്ടാണ് എടുത്തത്. എല്ലാവരോടും ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാപ്റ്റന്? എല്ലാവരും പറയും, വേണ്ട ലാലേട്ടാ, ഇപ്പോഴത്തേക്ക് വിട്ടേക്ക് ലാലേട്ടാ, ക്ഷമിച്ചേര് ലാലേട്ടാ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഉടനെ നമ്മുടെ ലാലേട്ടൻ, ഇപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവരൊക്കെ പറയുന്നു നിങ്ങളോട് ക്ഷമിക്കാൻ, അപ്പം ഞാൻ ക്ഷമിച്ചേക്കുന്നു എന്ന് ലാലേട്ടൻ പറയും. ഉടനെ ആര്യൻ, താങ്ക് യു ലാലേട്ട, താങ്ക് യു സോ മച്ച് ലാലേട്ട, താങ്ക് യു. ഞാനിങ്ങനെ ഒന്നും ഇനി ചെയ്യത്തില്ല ലാലേട്ട, ഞാൻ അഹങ്കരിക്കത്തില്ല ലാലേട്ട, ഞാൻ ഇനി നല്ല കുട്ടിയായിരിക്കും ലാലേട്ട. ഇത് നമ്മുടെ ആര്യൻ്റെ വക നല്ല തകർപ്പൻ ഡയലോഗുകളൊക്കെ ഇന്ന് കാണാം. ശരിക്കും ഇന്നലത്തെ ഒരു പ്രൊമോ വന്നതിന് ശേഷം എപ്പിസോഡ് കണ്ടപ്പോൾ ഈ പ്രൊമോയിൽ കാണുന്ന ആ ഒരു പഞ്ച് അതെന്തായാലും എപ്പിസോഡിൽ ഇല്ല കേട്ടോ. കാരണം അത്രയും പഞ്ച് കൊടുക്കാൻ ലാലേട്ടന് സാധിക്കത്തില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ, ഹിന്ദി ബിഗ് ബോസിലെ സൽമാൻ ഖാൻ ആയാലും ലാലേട്ടൻ അതൊക്കെ ആകാൻ സാധിക്കില്ലെന്ന് നമ്മൾ കരുതരുത്. പക്ഷേ മത്സരാർത്ഥികൾ ഇപ്പോഴും ഈ പറയുന്ന കുന്നംകുളം രൺബീർ കപൂറിനെ പോലുള്ള ആൾക്കാരായതുകൊണ്ട് അത്രയൊന്നും ശരിയാവത്തില്ല. അപ്പോൾ ഏതായാലും ജിസേലിന് ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. ജിസേലിനെ മിക്കവാറും നിങ്ങൾ ഈ പൊരിക്കത്തില്ല എന്ന് പറഞ്ഞാലും ജിസേലിന് നന്നായിട്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ജിസേലിന് ഇനി എത്ര കേട്ടാലും, ജിസേലിൻ്റെ എല്ലാം പെട്ടിയും തുണിയും മണിയും എല്ലാം പുറത്ത് പോയല്ലോ, പക്ഷേ ജിസേലിന് ഇതൊരു വിഷയമല്ല. അത് ആൾ അത്രയും ഭയങ്കര കറേജിയസ് ആയിട്ടുള്ളൊരു ലേഡിയാണ്.
പക്ഷേ ഇതിനകത്ത് നിന്ന് ഈ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ കൊഞ്ചി കൊഞ്ചി ചങ്ക് പൊട്ടി ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് ക്യൂട്ട്നെസ് ഇട്ട് ഈ പറയുന്ന ആണുങ്ങളെല്ലാം ഒരുമാതിരി എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ പവർ ഹൗസ് പോലെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, പവർ ഹൗസ് അല്ല അല്ലേ, ഓക്കെ, എന്തായാലും ഈ ഒരു ബിഗ് ബോസിനെ മൊത്തത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആര്യനും ജിസേലുമാണ്. പക്ഷേ ജിസേലിന് ഇനി അങ്ങോട്ട് ആര്യൻ ഇല്ലാണ്ട് പോകേണ്ട ഒരു അവസ്ഥ മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്. ആര്യൻ ഈ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്നതെല്ലാം കേട്ട് തനിക്ക് എന്തൊക്കെയോ പുറത്ത് നെഗറ്റീവ്സ് ഉണ്ട്, പുറത്ത് ആൾക്കാരൊക്കെ ആര്യൻ്റെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നതൊക്കെ കുറേയധികം മോശമായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ ചിന്തിച്ചാൽ ആര്യൻ ചിലപ്പോൾ കുറച്ച് നന്നായിട്ട് ഗെയിം കളിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജിസേൽ അപ്പോഴും നല്ലൊരു മത്സരാർത്ഥിയായിരിക്കും. ജിസേലിനെ എനിക്ക് തോന്നുന്നു തർക്കിക്കാൻ ആ കൂടി അനുമോൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ കേട്ടോ. അവൾ ഏതായാലും അനുമോളും ജിസേലും അതുപോലെ ആര്യനും ഇവർ മൂന്നുപേരും നല്ലൊരു മത്സരാർത്ഥികളൊക്കെയാണ്. ഇനി അക്ബറും ഷാനവാസും അപ്പാനിയൊക്കെ ഇതിനകത്തോട്ടൊക്കെ എത്തുമോ എന്നുള്ളത് കണ്ടറിയാം. ഷാനവാസ് നല്ല തണുത്ത മട്ടാണ്. അക്ബർ എന്തായാലും ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്ന് മാറ്റി പണിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ലാലേട്ടൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്ക് കണ്ടേച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.